ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മളുടെ സോളാർ എക്ലിപ്സും ന്യൂ മൂണൊക്കെ ആക്ച്വലി എനിക്ക് നല്ലോണം എഫക്റ്റ് ചെയ്തു. ഓക്കെ, നല്ലോണം ഡൗൺ ആയി ഞാൻ. നല്ല ഹെഡേക്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ഒട്ടും ലൈക്ക് ഒരു റീഡിങ്ങിനൊന്നും പറ്റിയ ഒരു അവസ്ഥയായിരുന്നില്ല. അതാണ് ഇന്നലെ ഇടാതിരുന്നത്. എന്തായാലും നമുക്ക് അതിന് ശേഷം ഉള്ള ഒരു ലൈക്ക് എന്തായാലും ജസ്റ്റ് എനർജീസ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് കാണുന്നത് നോക്കാം. ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാം. നിങ്ങളുടെ ഈ അമാവാസിയും പൗർണമിയൊക്കെ അമാവാസിയും സോളാർ എക്ലിപ്സും അല്ലേ, സൂര്യഗ്രഹണമൊക്കെ കടന്നുപോയ ശേഷം ഓക്കെ എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് എനർജീസിൽ എന്താണ് മാറ്റം വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ഒരു ക്ലാരിറ്റി നമുക്ക് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് പറയുന്ന ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, ജസ്റ്റിസ് വരുന്നുണ്ട്. നൈസ്. വേൾഡ്. ഓക്കെ, എംപ്രസ് ഐ തിങ്ക് 2 ദിവസം മുമ്പും എടുത്തപ്പോൾ വന്നു തോന്നുന്നു അല്ലേ. ഐ തിങ്ക് അല്ല, വേറെ റീഡിങ്ങിലായിരുന്നു. ഓക്കെ, മേ ബി ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു ന്യായം കിട്ടുന്ന രീതിക്കാണ് കാണുന്നത്. സോ ഈ ഒരു എനർജീസിൻ്റെ മെയിനായിട്ട് കാണുന്നത് ഇവിടെ ഈ എനർജീസ് കടന്നു പോയപ്പോൾ, അമാവാസി അല്ലെങ്കിൽ സൂര്യഗ്രഹണമൊക്കെ കടന്നു പോയപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ന്യായം വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ന്യായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ചെയ്യുന്നതല്ല. ഐ തിങ്ക് നിങ്ങളോട് ആരോ ന്യായം ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അല്ലെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കോർട്ട് ജസ്റ്റിസ് ആയിരിക്കാം, കോർട്ടിൻ്റെ എന്തെങ്കിലും കേസ് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള ന്യായമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ഏതെങ്കിലും വ്യക്തികൾ ചെയ്യുന്ന ന്യായമായിരിക്കാം. ഓക്കെ, ആരെങ്കിലും തെറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ന്യായം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന രീതിയിൽ. ഓക്കെ, സോ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് തീർച്ചയായിട്ടും. നിങ്ങൾ ജയിക്കുന്നു എന്ന രീതിക്കാണ്. സോ ജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വലിയതായിട്ടൊന്നും പറയണ്ട. ബട്ട് യെസ്, ഓക്കെ, നമ്മൾ പറയില്ലേ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു തിരിച്ചറിവായിരിക്കാം, റിയലൈസേഷൻ ആയിരിക്കാം, നിങ്ങളോടൊരു മാപ്പ് പറയുന്നതായിരിക്കാം, നിങ്ങളോട് ന്യായമായത് അവർ ചെയ്യും എന്ന രീതിക്കായിരിക്കാം. സോ ഇവിടെ മെയിനായിട്ട് ആ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ വരുന്ന പോലെയാണ്, ഒരു കംപ്ലീഷൻ വരുന്നുണ്ട്. മേ ബി നമ്മൾ പറയില്ലേ കുറേ ആയിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചിരുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു റെസൊല്യൂഷൻ വരുന്ന പോലെ, അതിനൊരു തീരുമാനം വരുന്ന പോലെയുണ്ട്. കുറേ കാലമായിട്ട് അതിപ്പോൾ ഏത് കാര്യത്തിലെടുത്താലും, നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ, നിങ്ങളുടെ ഫാമിലിയിൽ, എവിടെയായാലും നിങ്ങൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആണ് ന്യായം വരുന്നത്. ഓക്കെ, അതിന് ഒരു എൻഡിങ് വരുന്ന പോലെ, അതിനൊരു സമാധാനം കിട്ടുന്ന പോലെ, നിങ്ങൾക്കൊരു പീസ് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതിവിടെ ആരും മേ ബി എല്ലാവരും കൂടി തീരുമാനിച്ച്, ഫാമിലിയിലൊക്കെ എന്തെങ്കിലും വഴക്ക് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മേ ബി എല്ലാവരും കൂടി തീരുമാനിക്കും ഓക്കെ ഇനി വേണ്ട ഫൈറ്റ് എന്നുള്ള രീതിക്കായിരിക്കാം, അങ്ങനെയായിരിക്കാം. ഇവിടെ ഐ തിങ്ക് നിങ്ങളൊന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മേ ബി നിങ്ങളായിട്ട് വിഡ്രോ ചെയ്ത് നിന്നായിരിക്കാം. നിങ്ങൾ ഈ ഒരു വഴക്കിനോ പ്രശ്നത്തിനോ ഞാനില്ല എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ വല്ലതും നിങ്ങളൊരു ചൂസ് ചെയ്തായിരിക്കാം. സോ ഇവിടെ ബട്ട് അതിനുശേഷം പക്ഷേ ഒരു മാറ്റം വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, ന്യായം നിങ്ങൾക്ക് കിട്ടുന്ന രീതിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇതൊരു സക്സസ്ഫുൾ കംപ്ലീഷൻ എന്ന രീതിക്ക് പറയാം. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഒരു എൻഡിങ്, ഒരു നമ്മൾ പറയില്ല ഒരു സിറ്റുവേഷൻ നിങ്ങൾ കുറേ കാലമായിട്ട് വീണ്ടും വീണ്ടും ബോദർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എൻഡിങ് ആയിരിക്കാം. ആൻഡ് ഇവിടെ ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻ എന്ന രീതിക്ക് എടുക്കാം. മേ ബി ഈ ഒരു ന്യായം കിട്ടുമ്പോൾ മേ ബി ഒരു സെലിബ്രേഷൻ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം, ഒന്ന് ആഘോഷിക്കുന്നതായിരിക്കാം. സോ ഇവിടെ ഓക്കെ, വേറെ എനിക്ക് കരിയർ കാര്യം ഒന്ന് ഫീൽ ചെയ്തു. സോ കരിയറിലും ആവാം ഇത് കേട്ടോ. ആൻഡ് എംപ്രസ് പറയുന്നത് നിങ്ങൾ വളരെ ഒരു അബണ്ടൻറ്റ് ലൈഫിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു മാറ്റം, അതിപ്പോൾ ജോലിയിൽ അഗൈൻ കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ ഓവറോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് സന്തോഷങ്ങളായിരിക്കാം. ഒരു ഓവറോൾ നമ്മൾ പറയില്ല എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ചുറ്റും കുറേ ഗ്രോത്ത് വരാനുള്ള ഒരു സമയമായി എന്നാണ്. ഓക്കെ, ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പീരീഡിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരികയാണ്. ഓക്കെ, അതാണ് ഏറ്റവും അധികം നടക്കുന്നത്. ആൻഡ് ഈ ഒരു സൂര്യഗ്രഹണവും ഇതുമൊക്കെ കടന്നു പോയപ്പോൾ ശരിക്കും ഈ ഒരു സമയത്ത് ഞാൻ ഓക്കെ ഇവിടെ ശനിയുടെ എന്തോ മാറ്റങ്ങളുടെ കാര്യം എന്തോ കേട്ടിരുന്നു ഞാൻ. സോ അതുകൂടി ആയിരിക്കാം. സോ എന്തോ ഇവിടെ ചേഞ്ചസ് ഉണ്ട്, അതിൻ്റെ സമയമാണ്. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ന്യായം വരുന്നു എന്നുള്ളതാണ് മെയിൻ കാര്യം, നമുക്ക് സന്തോഷമുള്ള കാര്യം. ഓക്കെ, യെസ്, അതിന് ഓക്കെ യെസ്, ഓക്കെ, പേജ് ഓഫ് കപ്സ് ഒന്നുകൂടി എടുത്തേക്കാം. ഓക്കെ, യെസ്, കോംപ്രമൈസ് വരുന്ന കാര്യം തന്നെയാണ്. ആരോ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കാം അവോയ്ഡ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മറന്നിരുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു തീരുമാനം വരുന്നുണ്ട്. ആരോ നിങ്ങളുടെ നമ്മൾ പറയില്ല ന്യായമായ ഒരു തീരുമാനം എടുക്കുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. സോ ന്യായമായ തീരുമാനം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് അവർ മാപ്പ് പറഞ്ഞു വരാം. ഓക്കെ, അവർ നിങ്ങളോടൊരു മാപ്പ് പറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ആക്ച്വലി അങ്ങനെ മാപ്പ് പറഞ്ഞു വരുമ്പോഴും ഐ തിങ്ക് വീണ്ടും ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. പക്ഷേ കോംപ്രമൈസിൻ്റെ ഒരു എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു ബാലൻസിൻ്റെ എനർജി വരുന്നുണ്ട്. ഐ തിങ്ക് ഓവറോൾ എല്ലാം കൂടി ഒരു സ്മൂത്ത്
സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന രീതിക്കുള്ള എനർജിയാണ് വരുന്നത്. പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ, ഓക്കെ, പാസ്റ്റിലുണ്ടായ സംഭവങ്ങൾ, ഓവറോൾ എനർജി ഇതായിരുന്നു. നമുക്ക് അവോയ്ഡിങ് കാണുന്നുണ്ട്, തീരുമാനം എടുക്കാത്ത രീതിയിൽ കാണുന്നുണ്ട്, ന്യായം ചെയ്യാത്ത രീതിയിലായിരിക്കാം, ഓക്കെ, നിങ്ങളോട് തെറ്റ് ചെയ്തായിരിക്കാം. സോ ഒരു അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് കാണുന്നുണ്ട്. ബട്ട് അതിനൊരു റെസൊല്യൂഷനാണ് വരുന്നത്, അതിനൊരു സൊല്യൂഷൻ വരുന്ന പോലെയാണ്. സോ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു മാപ്പ് പ്രതീക്ഷിക്കാം. ഓക്കെ, അതായിരിക്കാം ന്യായം. നിങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കേസിൻ്റെ കാര്യങ്ങളിൽ നല്ല വിധി നിങ്ങളുടെ ഭാഗത്ത്, ഓക്കെ, എന്തായാലും അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ചിലപ്പോൾ, ഓക്കെ, കേസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ മേ ബി അതൊരു കോംപ്രമൈസിൽ എൻഡ് ചെയ്യാനുള്ള സാധ്യതയുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഒരു കോംപ്രമൈസ് വരാം. സോ ഓക്കെ, അതുകൊണ്ട് കുറച്ച് പേർക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലൊക്കെ ഉള്ള പ്രശ്നങ്ങളാണെങ്കിലും അവിടെയും നിങ്ങൾക്ക് നല്ലത് എന്തെങ്കിലും വരുന്ന രീതി കാണുന്നുണ്ട്. ഓക്കെ, സോ കെയോസ് ആൻഡ് കോൺഫ്ലിക്റ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സോൾമേറ്റ് കാണുന്നുണ്ട്. സോ യെസ്, ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്സിൽ ഇത് കൂടുതൽ ആവാം. ന്യൂ ലൈഫ്, ഓക്കെ. ബിറ്റ്വീൻ വേൾഡ്സ്, യെസ്, തീരുമാനം, ഓക്കെ. ഡീപ്പ് നോയിങ്, വെരി ഗുഡ്, ഓക്കെ. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, തീരുമാനം നിങ്ങളുടെ ഭാഗത്തായിരിക്കും, ഓക്കെ. ഇതുവരെ ആരെങ്കിലും തീരുമാനം എടുക്കുന്നത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയില്ലേ, ചിലപ്പോൾ നമുക്കറിയാം അല്ലേ കറക്റ്റായിട്ടുള്ളത് എന്താണ്, തീരുമാനം എന്താ വേണ്ടത് നമുക്കറിയാം, ചിലവർക്ക് അറിയും. ബട്ട് അതായത് നിങ്ങളല്ല, അപ്പുറത്ത് നിൽക്കുന്ന ആൾ, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, ആരാണോ ഇവിടെ പ്രശ്നമുള്ളത് അവരുമായിട്ട്, അല്ലെങ്കിൽ ഓഫീസായാലും ശരി, കരിയർ ജോലിയിലായാലും ശരി, അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ന്യായമായ തീരുമാനം എടുക്കുന്നു എന്ന രീതിക്കാണ്. സോ ഇവിടെ ബിറ്റ്വീൻ വേൾഡ്സ് ഉണ്ട്, കുറച്ചൊരു ഡെസിഷൻ എടുക്കാനുള്ള ഡിലേ ആണ് ഇവിടെ, ഓക്കെ. ബട്ട് പേടിക്കേണ്ട, നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരിക്കും ന്യായം വരുന്നത്. കെയോസ് ആൻഡ് കോൺഫ്ലിക്റ്റ്, യെസ്, മുമ്പ് ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാണ്, ഓക്കെ. നിങ്ങളായിട്ട് കയ്യിൽ ഒരുപാട് നിങ്ങളെ വിഷമിച്ചിട്ടുണ്ട്, തകർന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ബട്ട് ഇവിടെ നിങ്ങൾക്ക് ന്യൂ ലൈഫ് കിട്ടുന്ന പോലെയാണ്, ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഓക്കെ. നിങ്ങളൊന്ന് ഓവറായിട്ട് റിഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. കാര്യങ്ങളൊന്ന് തെളിഞ്ഞു വരുമ്പോൾ, കലങ്ങി തെളിയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുന്ന പോലെയുണ്ട്. ഡീപ്പ് നോയിങ്, യെസ്, ഇത് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇപ്പം നിങ്ങൾക്കിത് സൈനായിട്ട് കിട്ടുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അറിയുന്നുണ്ടാവും, ഓക്കെ, എല്ലാം മാറി വരും എന്നുള്ള ഒരു അറിവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ വരുന്നുണ്ടാവും. ഡീപ്പ് നോയിങ് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ടാവും. ഇവിടെ സോൾ കണക്ഷൻ കാണുന്നുണ്ട്, സോൾമേറ്റ് ഉണ്ട്. സോ കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിൻ്റെ ആണ്. നിങ്ങൾക്ക് നല്ല ഒരു ബന്ധം വരുന്ന രീതിക്കാണ്. മീൻസ് ഓൾറെഡി ഉള്ള ബന്ധമാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ചുകൂടി ഒരു ക്ലോസ്നെസ്സും കുറച്ചുകൂടെ ഒരു അടുപ്പവും എല്ലാം ഡെവലപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അതാണ് ഒരു മാറ്റം ഇവിടെ വരാൻ പോകുന്നത്. സോ ഈ ഒരു നമ്മൾ പറയില്ലേ, ചില സമയത്ത് ചില കലങ്ങൽ ആവശ്യമാണെന്ന് പറഞ്ഞ പോലെയാണ്, ചില പ്രശ്നങ്ങൾ ആവശ്യമാണ്, ഓക്കെ. അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ കലങ്ങി തെളിയുന്നത്, അതായിരിക്കാം, ഓക്കെ. സോ ഇവിടെ അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ന്യൂ ലൈഫ് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു വിഷമങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങളൊന്ന് കുറച്ചുകൂടി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന എനർജി ഉണ്ട്. സോൾമേറ്റ് കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൻ്റെ ആണ്, ഓക്കെ. കോംപ്രമൈസ് റിലേഷൻഷിപ്പിൽ വരുന്നുള്ള രീതിയിൽ, ഓക്കെ. സോ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. എന്തായാലും ബാക്കി നമുക്ക് പിന്നീട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.